வச்சானே என்ன அம்புல தச்சானே என்ன கட்டி பிடிச்சு வச்சானே ஊரில் கண்டதும் இல்ல யாரும் ஒன்னாட்டம் பாரி வந்ததும் இல்ல இந்த கண்ணாட்டம் ஜோடி கட்டுனதில்ல யாரும் ஒன்னாட்டம் கோடி தந்திர உண்டு நள்ளிரவு விடியும் மட்டும் കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ സ്റ്റാൻഡിൽ രാത്രിയൊക്കെ കുറേയൊക്കെ കഴുകിയിടും കേട്ടോ. കഴുകി വെയിലത്ത് വിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും. സ്റ്റാൻഡിൽ രാത്രി വിരിച്ചിടുന്നതുകൊണ്ട് തന്നെ വേഗം നമുക്ക് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി. പിന്നെ പറമ്പിൽ നിന്നൊക്കെ പറക്കിക്കൊണ്ടുവന്ന വിറകൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് കത്തിക്കണം കേട്ടോ. അല്ലാതെ ഞാനിങ്ങനെ വിറക് സ്റ്റോക്ക് ചെയ്തൊന്നും വെച്ചിട്ടില്ല. ആകെ ഉള്ളത് നമുക്ക് ചിരട്ടയും പൊതിമടലൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ ഇടയ്ക്ക് പശുവിനെ കെട്ടിനോടത്തു നിന്നൊക്കെ ഇങ്ങനെ കിട്ടുന്ന വിറകൊക്കെ പറക്കി കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ഇടും, മഴ കൊള്ളാത്ത രീതിയിൽ. അങ്ങനെ അതൊക്കെ ഓരോന്നെടുത്ത് നെയ്യ് ഉണ്ടാക്കാനൊക്കെ മാത്രമേ ഞാനിപ്പോൾ വിറക് കത്തിക്കണുള്ളൂ. അപ്പോൾ ശരിക്കും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് അടുപ്പത്തുണ്ടാക്കുമ്പോഴാട്ടോ. അപ്പോൾ ആ ഒരു നല്ല കട്ടിയുള്ള പാത്രം, നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ഒരു ഉരുളിയാണ് എടുത്തേക്കണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഒരു തൃപ്തി തോന്നാറില്ല കേട്ടോ. ചെറുതായിട്ട് കുറച്ച് ആവശ്യത്തിന് മാത്രമൊക്കെ ഞാൻ ഉരുക്കിയിടയ്ക്ക് എടുക്കാറുണ്ട്. ഇതിങ്ങനെ ഒരു നമ്മളിങ്ങനെ പാടെടുത്ത് വെച്ചിട്ടാണ് വെണ്ണ ഉണ്ടാക്കിയാണ് അങ്ങനെ നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചില വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കറി വെക്കാനുണ്ട്. അപ്പോൾ മോര് കൂട്ടാനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടണം കേട്ടോ കാണുന്നത്. അപ്പോൾ അങ്ങനെ കറിയൊക്കെ വെക്കണം. അപ്പോൾ രാവിലെ തന്നെ നെയ്യുടെ പണി നോക്കി കുളിയൊക്കെ കഴിഞ്ഞ് നെയ്യുടെ പണിക്ക് അടപ്പത്തിട്ടു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5-6 മണിക്കൂറോളം ഇങ്ങനെ അടപ്പത്ത് കിടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കണ്ടിന്യൂസ് നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പണികൾ നടത്തും. ചെറിയ തീയിൽ അങ്ങനെ ആയി വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടുക്കി പിടിക്കും കേട്ടോ. കുറച്ച് നേരം കുറേ നേരമെങ്കിലുമൊക്കെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നെയ്യും ആയി കഴിഞ്ഞു. അപ്പോൾ കുറേ മണിക്കൂറിന് ശേഷമുള്ളതാട്ടോ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടിയും മോര് കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.